അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 6-ാമത്തെ അധ്യായത്തിൽ 70-ാമത്തെ ശ്ലോകം മുതൽ സമർപ്പണ ശ്ലോകമായ 85-ാമത്തെ ശ്ലോകം വരെയാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ദൃശ്യം ച നിർഗുണം ലോകേ ന ഭൂതം നോ ഭവിഷ്യതി. നിർഗുണ പരമാത്മാസൗ ന തു ദൃശ്യ കദാചന. സഗുണാ നിർഗുണാ ചാഹം സമയേ ശങ്കരോത്തമ. സദാഹം കാരണം ശംഭോ ന ച കാര്യം കദാചന. സഗുണാ കാരണത്വാദ്വൈ നിർഗുണാ പുരുഷാന്തികേ. മഹത്തത്വമഹങ്കാരോ ഗുണാ ശബ്ദാദയസ്തഥാ. കാര്യകാരണരൂപേണ സംസരന്തേ ത്വഹർനിശം. സമുദ്ഭൂതസ്ത്വഹങ്കാരസ്തേനാഹം കാരണം ശിവ. അഹങ്കാരശ്ച മേ കാര്യം ത്രിഗുണോസൗ പ്രതിഷ്ഠിത. അഹങ്കാരാൻ മഹത്തത്വം ബുദ്ധി സാ പരികീർത്തിത. മഹത്തത്വം ഹി കാര്യം സ്യാദഹങ്കാരോ ഹി കാരണം. തന്മാത്രാണി ത്വഹങ്കാരാദുത്പദ്യന്തേ സദൈവ ഹി. കാരണം പഞ്ചഭൂതാനാം താനി സർവസമുദ്ഭവേ. കർമ്മേന്ദ്രിയാണി പഞ്ചൈവ പഞ്ചജ്ഞാനേന്ദ്രിയാണി ച. മഹാഭൂതാനി പഞ്ചൈവ മനഃഷോഡശമേവ ച. കാര്യം ച കാരണം ചൈവ ഗുണോയം ഷോഡശാത്മക. പരമാത്മാ പുമാനാദ്യോ ന കാര്യം ന ച കാരണം. ഏവം സമുദ്ഭവ ശംഭോ സർവേഷാമാദിസംഭവേ. സംക്ഷേപേണ മയാ പ്രോക്തസ്തവ തത്ര സമുദ്ഭവ.
വ്രജന്ത്വദ്യ വിമാനേന കാര്യാർത്ഥം മമ സത്തമ. സ്മരണാൽ ദർശനം തുഭ്യം ദാസ്യേഹം വിഷമേ സ്ഥിതേ. സ്മർത്തവ്യാഹം സദാ ദേവ പരമാത്മാ സനാതന. ഉഭയോ സ്മരണാദേവ കാര്യസിദ്ധിരസംശയം. ബ്രഹ്മോവാച ഇത്യുക്ത്വാ വിസസർജാസ്മാൻ ദത്വാ ശക്തി സുസംസ്കൃത. വിഷ്ണവേധ മഹാലക്ഷ്മിം മഹാകാളിം ശിവായ ച മഹാസരസ്വതിം മഹ്യം സ്ഥാനാത് തസ്മാത് വിസർജിത. സ്ഥലാന്തരം സമാസാദ്യ തേജാതാ പുരുഷാ വയം ചിന്തയന്തസ്വരൂപം തൽപ്രഭാവം പരമാദ്ഭുതം. വിമാനം തൽസമാസാദ്യ സംരൂഢാസ്തത്ര വൈ ത്രയാ നദ്വീപോസൗ ന സാ ദേവി സുധാ സിന്ധുസ്തഥൈവ ച. പുനർദൃഷ്ടം വിമാനം വൈ തത്രാസ്മാഭിർന ചാന്യഥാ. ആസാദ്യ തസ്മിൻ വിതതേ വിമാനേ പ്രാപ്താ വയം പങ്കജസന്നിധൗ ച. മഹാർണവേ യത്ര ഹതൗ ദുരത്യയൗ മുരാരിണാതൗ മധുകൈടഭാഗ്യൗ. ശ്രീജഗദംബികായൈ നമഃ. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ഷഷ്ഠോധ്യായ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 6-ാമത്തെ അധ്യായം 70 മുതൽ സമർപ്പണ ശ്ലോകമായ 85-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദൃശ്യം നിർഗുണമാവില്ല, ഇനിയുണ്ടാകുകയില്ല. നിർഗുണമായി പരമാത്മാ ദൃശ്യനല്ലവൻ. സൃഷ്ടിയിൽ സഗുണ ഞാനും സംഹാരത്തിൽ നിർഗുണയും. കാരണമാണല്ലോ ഞാനും കാര്യമല്ലല്ലോ. കാരണത്തിൽ സഗുണ ഞാൻ, പരമാത്മാവിൽ നിർഗുണ. മഹത്തത്വം അഹങ്കാരം ശബ്ദാദിഗുണം. കാര്യകാരണരൂപത്തിൽ നിരന്തരം പ്രവഹിപ്പു. സത്തിൽ നിന്നും അഹങ്കാരം കാരണമോ ഞാൻ. അപ്പോൾ അഹങ്കാരമെൻ്റെ കാര്യമായി മാറിയിടുന്നു. അതു ത്രിഗുണാത്മകവുമാണെന്നറിയൂ. അഹങ്കാരത്തിൽ നിന്നും മഹത്തത്വമോ ഉണ്ടാകുന്നു. അതീനയാണല്ലോ ബുദ്ധി എന്നു ചൊല്ലുന്നു. അപ്പോൾ മഹത്തത്വം കാര്യം, അഹങ്കാരം കാരണവും. തന്മാത്രകൾ അഹങ്കാര ജന്യവുമത്രേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തന്മാത്രകൾ പഞ്ചഭൂത ഉദ്ഭവത്തിനു കാരണം. സൂക്ഷ്മരൂപത്തിൽ നിന്നല്ലോ 10 ഇന്ദ്രിയവും. പഞ്ചമഹാഭൂതങ്ങളും മനസ്സുമായി 16 കാര്യവും കാരണവുമായി ഉൽപ്പത്തിക്രമം. പരമാത്മാ കാര്യമല്ല, കാരണവുമല്ല ശംഭോ. ഏതു സൃഷ്ടിയാണെന്നാലും ഇതാണു ക്രമം. ഉൽപ്പത്തിക്രമത്തെ ചൊല്ലി ചുരുക്കത്തിൽ പറഞ്ഞു ഞാൻ. എൻ്റെ കാര്യം നിർവഹിക്കാൻ പോകുക നിങ്ങൾ.
വിഷമം വരുന്നുവെങ്കിൽ എന്നെ സ്മരിക്കുക നിങ്ങൾ, പരമാത്മാവായി സ്മരിക്കൂ ദർശനമേകാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇരുവരെ സ്മരിക്കുകിൽ കാര്യസിദ്ധിയുണ്ടായിടും. ബ്രഹ്മാവ് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു ശക്തികളെയും തന്നു. വിഷ്ണുവിനു മഹാലക്ഷ്മി, ശിവനായി മഹാകാളി, എനിക്കു വാണിയെ നൽകി യാത്രയച്ചു. വിഷ്ണുവിനു മഹാലക്ഷ്മി, ശിവനായി മഹാകാളി, എനിക്കു വാണിയെ നൽകി പറഞ്ഞയച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവിടെ നിന്നുമിറങ്ങി മറ്റൊരു സ്ഥലത്തെത്തിനാൽ പുരുഷരായി തീർന്നു ഞങ്ങൾ ദേവിയെ ഓർത്തു. വിമാനത്തിൽ കയറിനാൻ ദീപവുമില്ല, ദേവിയില്ല, സുധാ സിന്ധു അതുമില്ല, വിമാനം മാത്രം. വിമാനത്തിൽ കയറി ഞങ്ങൾ മധു കൈടഭരെ വിഷ്ണു വധിച്ചതാം സ്ഥലത്തു താൻ തിരിച്ചുമെത്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ, വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 70-ാമത്തെ ശ്ലോകം മുതൽ സമർപ്പണ ശ്ലോകമായ 85-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് പ്രഭാഷണ രൂപത്തിൽ വിചാരം ചെയ്യുന്നത്, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ദേവിയുടെ വാക്കുകൾ ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് പകർന്നു കൊടുക്കുന്ന ആ രംഗം. ദേവി പറയുന്നു, ദൃശ്യം ച നിർഗുണം ലോകേ ന ഭൂതം ന ഭവിഷ്യതി, ന ഭൂതം നോ ഭവിഷ്യതി, നിർഗുണ പരമാത്മാസൗ നതു ദൃശ്യ കഥാചന. ലോകത്തിൽ ദൃശ്യമായിട്ടുള്ള ഒന്നും നിർഗുണമല്ല. അതിനെന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും. ഒന്നുകിൽ സത്വഗുണം ഉണ്ടാവും, അല്ലെങ്കിൽ രജോ ഗുണം ഉണ്ടാവും, തമോ ഗുണം ഉണ്ടാവും.
അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ന ഭൂതം നോ ഭവിഷ്യതി. എന്നാൽ നിർഗുണമായിട്ടുള്ളത് എന്താ? പരമാത്മാവ് മാത്രമാണ് നിർഗുണൻ. അതുകൊണ്ട് തന്നെ ആ പരമാത്മാവിനെ ഒരിക്കലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, ദൃശ്യനല്ല. സഗുണാ നിർഗുണാചാഹം സമയേ ശങ്കരോത്തമ. ഹേ ശങ്കര, ഉത്തമനായിരിക്കുന്ന ശങ്കര പറയുകയാണ്, സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഞാൻ ഉത്തമയായ സഗുണയാണ്. അതേപോലെ തന്നെ സൃഷ്ടിലീല ഒടുങ്ങിക്കഴിയുമ്പോൾ ഞാൻ നിർഗുണയുമാണ്. ഞാൻ എപ്പോഴും കാരണമാണ്. സദാഹം കാരണം ശംഭോ എന്നുവച്ച കാര്യം കഥാചന. ഞാൻ ഒരിക്കലും കാര്യമല്ല. അപ്പോൾ സമയമനുസരിച്ച് ഞാൻ സഗുണഭാവത്തിലും നിർഗുണഭാവത്തിലും ഭേദം ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും ഒരിക്കലും കാര്യമല്ല ഞാൻ എപ്പോഴും കാരണമാണ്. സഗുണ കാരണത്വാദ്വൈ നിർഗുണ പുരുഷാന്തികേ. കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ സഗുണയാണ്, പരമപുരുഷനിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ നിർഗുണയാണ്. മഹത്തത്വവും അഹങ്കാരവും ശബ്ദാദി ഗുണങ്ങളും, മഹത്തത്വം അഹങ്കാരോ ഗുണാശബ്ദാദയസ്തഥാ കാര്യകാരണ രൂപേണ സംസരന്തേ ത്വഹർനിശം. കാര്യകാരണ രൂപത്തിൽ അത് നിരന്തരം അഹർനിശം രാപ്പകൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. സതുദ്ഭൂതസ്ത്വഹങ്കാരസ്തേനാഹം കാരണം ശിവ. ഇപ്പൊ സത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടായത്. അതുകൊണ്ട് ശിവയായ ഞാൻ അതിൻ്റെ കാരണമാണ് എന്ന് പറയുന്നു. ആ സമയത്തോ അഹങ്കാരശ്ചമേ കാര്യം. അപ്പോൾ അഹങ്കാരം എൻ്റെ കാര്യമായിട്ട് മാറുന്നു. ത്രിഗുണോസൗ പ്രതിഷ്ഠിത. അത് ത്രിഗുണാത്മകമാണ്, ത്രിഗുണനിഷ്ഠമാണ്. അഹങ്കാരാൻ മഹത്വത്വം ബുദ്ധി സാ പരികീർത്തിത. അഹങ്കാരത്തിൽ നിന്ന് മഹത്തത്വമുണ്ടായി, അതാണ് ബുദ്ധി എന്ന് അറിയപ്പെടുന്നത്. മഹത്തത്വം ഹി കാര്യം. അപ്പോൾ മഹത്വത്വം എന്തായിട്ട് തീരും? കാര്യമായിട്ട് തീരുന്നു. അഹങ്കാരം കാരണമായിട്ട് തീരുന്നു. സ്യാദ് അഹങ്കാരോ ഹി കാരണം. തന്മാത്രാണിത്വഹങ്കാരാത് ഉത്പദ്യന്തേ സദൈവഹി. തന്മാത്രകളോ സദാ അഹങ്കാരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കൂ. ആ തന്മാത്രകളാണ് കാരണം. പഞ്ചഭൂതാനാം താനി സർവസമുദ്ഭവേ കർമ്മേന്ദ്രിയാണി പഞ്ചൈവ പഞ്ചജ്ഞാനേന്ദ്രിയാണി ച. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ സമുദ്ഭവത്തിന് കാരണം ഈ തന്മാത്രകളാണ്. ഇവയുടെ സൂക്ഷ്മരൂപത്തിൽ നിന്നുണ്ടായ 5 കർമ്മേന്ദ്രിയങ്ങളും അതേപോലെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും. കർമ്മേന്ദ്രിയാണി പഞ്ചൈവ പഞ്ചജ്ഞാനേന്ദ്രിയാണി ച. മഹാഭൂതാനി പഞ്ചൈവ മന ഷോഡശമേവ ച. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെയുള്ള പഞ്ചമഹാഭൂതങ്ങൾ. പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ 2 വീതം. അപ്പം എത്രയായി? 15. ഇതിൻ്റെ കൂടെ 16ാമതായി ഷോഡശമേവ മനഃ. എന്താണ് മനസ്സ്? ഇപ്പം ചേർന്ന് കാര്യകാരണ രൂപത്തിൽ വർത്തിക്കുന്ന 16 ഗുണങ്ങളുണ്ട്. ഇവയിൽ ചിലത് കാര്യമാവുമ്പോൾ മറ്റത് കാരണമായിട്ട് തീരും. അപ്പം ഈ ഗുണസമുദായത്തിൽ നിന്നാണ് സകല പ്രാണികളുടെയും ഉദ്ഭവം എന്ന് മനസ്സിലാക്കൂ. പരമാത്മാ പുമാനാദ്യോ ന കാര്യം ന ച കാരണം. പരമാത്മാവ് ആദിപുരുഷനാണ്, ആദിപുരുഷനാണ്. അതുകൊണ്ട് അദ്ദേഹം കാര്യമോ കാരണമോ അല്ല. ഏത് സൃഷ്ടിയുടെയും പ്രാരംഭത്തിൽ ഈ ഒരു രീതിയിലാണ് സൃഷ്ടി അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ ക്രമം എന്ന് മനസ്സിലാക്കൂ. ഏവം സമുദ്ഭവ ശംഭോ സർവേഷാം ആദിസംഭവേ. സംക്ഷേപേണ മയാ പ്രോക്തസ്തവ തത്ര സമുദ്ഭവ. ഈ ഉൽപ്പത്തിയെക്കുറിച്ച്, ഉൽപ്പത്തിയുടെ ഒരു ക്രമത്തെക്കുറിച്ച് ഞാൻ ചുരുക്കി അങ്ങയോട് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഹേ ദേവസത്തമ, ദേവശ്രേഷ്ഠന്മാരെ, എൻ്റെ കാര്യം നിർവഹിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ വിമാനത്തിൽ ഉടൻ പൊക്കോളൂ. വ്രജന്ധ്വദ്യ വിമാനേന കാര്യാർത്ഥം മമ. എൻ്റെ കാര്യം നിർവഹിക്കാൻ നിങ്ങൾ വിമാനത്തിൽ കയറൂ, എന്നിട്ട് പൊക്കോളൂ. സ്മരണാൽ ദർശനം തുഭ്യം ദാസ്യേഹം വിഷമേ സ്ഥിതേ സ്മർത്തവ്യാഹം സദാദേവ പരമാത്മാ സനാതന. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, അപ്പോൾ എന്നെ വിചാരിച്ചോളൂ, എന്നെ സ്മരിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് ദർശനം തരാം, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റാം. ദേവന്മാരെ, എന്നെ
നിത്യനായ പരമാത്മാവായിട്ട് സദാ വിചാരിക്കുക. സ്മർത്തവ്യാഹം സദാ ദേവ പരമാത്മാ സനാതന, സനാതനമായിരിക്കുന്ന ഒരിക്കലും നാശമില്ലാത്ത പരമാത്മസ്വരൂപമായിട്ട് തന്നെ കണ്ടോളൂ. ഉഭയോ സ്മരണാദേവ കാര്യസിദ്ധിരസംശയം. അപ്പം ഞങ്ങളെ ഇരുവരെയും, പരമപുരുഷനെയും എന്നെയും, ശക്തിസ്വരൂപിണിയായ ഭഗവതിയെയും പരമപുരുഷനെയും സ്മരിക്കുന്നത് കൊണ്ട് കാര്യസിദ്ധി ഉണ്ടാവും. ഒട്ടും തന്നെ സംശയം ഇല്ലാതെ പറയുകയാണ്. ഒട്ടും സംശയമില്ല. കാര്യസിദ്ധിരസംശയം. ബ്രഹ്മാവ് പറഞ്ഞു, ഇത്യുക്ത്വാ വിസസർജാസ്മാൻ ദത്വാ ശക്തി സുസംസ്കൃത. ഇങ്ങനെ അരുളി ചെയ്തിട്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണുവിന് മഹാലക്ഷ്മിയെ കൊടുത്തു. വിഷ്ണവേധ മഹാലക്ഷ്മിയും ശിവനോ മഹാകാളിയും മഹാസരസ്വതിയും മഹ്യം, എനിക്ക് മഹാസരസ്വതിയെയും തന്നു. ആ സുസംസ്കൃതകളായ ശക്തിസ്വരൂപിണികളോടുകൂടി, ശക്തി സുസംസ്കൃത, അവിടെ നിന്ന് ഞങ്ങളെ യാത്രയാക്കി. സ്ഥാനാ തസ്മാത് വിസസർജിത. എന്നിട്ടോ പറയുകയാണ്, സ്ഥലാന്തരം സമാസാദ്യ തേ ജാതാ പുരുഷാവയം ചിന്തയന്ത സ്വരൂപം തൽ പ്രഭാവം പരമാത്ഭുതം. ഞങ്ങൾ ആ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് എത്തി. ആ സമയത്ത് എന്തുണ്ടായി? നേരത്തെ ഞങ്ങൾ സ്ത്രീകളായതുപോലെ ഇപ്പം ഞങ്ങളൊക്കെ വീണ്ടും പുരുഷന്മാരായി. ദേവിയുടെ സ്വരൂപത്തെയും ചിന്തയന്ത സ്വരൂപം തൽ പ്രഭാവം പരമാത്ഭുതം, അത്ഭുത പ്രഭാവത്തെയും ഓർത്തും കൊണ്ട് ഞങ്ങൾ 3 പേരും വിമാനം തൽസമാസാദ്യ, വിമാനത്തിൽ കയറിയിരുന്നു. സംരൂഢാസ്തത്ര വൈത്രയ ന ദ്വീപോസോ ന സാ ദേവി സുധാസിന്ധുസ്തഥൈവച. അപ്പം എന്തായി? ദ്വീപ് കാണാതെയായി, അതേപോലെ തന്നെ ദേവിയെ കാണാതെയായി, ആ സുധാസമുദ്രം ഇല്ലാതെയായി, എല്ലാം അപ്രത്യക്ഷമായി. വിമാനം മാത്രം അവിടെയുണ്ട്. പുനർദൃഷ്ടം വിമാനം വൈ തത്ര അസ്മാഭിർന്ന ചാന്യഥ. മറ്റൊന്നും ഞങ്ങൾ കണ്ടില്ല. ആസാദ്യ തസ്മിൻ വിതതേ വിമാനേ, ആ വിമാനത്തിൽ കയറി പ്രാപ്താവയം പങ്കജസന്നിധൗച, ഞങ്ങൾ ആ വലിയ താമരയ്ക്ക് സമീപം മഹാപ്രളയ സമുദ്രത്തിൽ എവിടെ വെച്ചാണോ മഹാർണവേ എത്ര ഹതൗ ദുരത്യയോ മുരാരിണ തൗ മധുകൈടഭാഗ്യോ, മുരാരി ആ വിഷ്ണു മധുകൈഢവന്മാരെ നിഗ്രഹിച്ചത്, അവിടേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു എന്ന് പറയുന്ന 85-ാമത്തെ ശ്ലോകത്തോടുകൂടി ഈ 3-ാമത്തെ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നു. നാളെ നമുക്ക് 7-ാമത്തെ അധ്യായത്തിലൂടെ ആരംഭിക്കാം. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു,
ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.